സേനാപതി സർവീസ് സഹകരണ ബാങ്ക് സഹകാരികളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഡ്രയർ ബോർഡ് മെമ്പർ കൂടിയായ വ്യക്തി കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് CPI ശാന്തൻപാറ മണ്ഡലം സെക്രട്ടറി KC ആലൂസ്. വിഷയത്തിൽ രജിസ്ട്രാർ ഇടപെട്ട ഡ്രയർ ലേലത്തിൽ വിട്ടു നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ഇല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും KC ആലൂസ് പറഞ്ഞു. സേനാപതി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന പ്രശ്നങ്ങൾ നാട്ടിലെല്ലാവർക്കും അറിയാം. സേനാപതി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഡ്രയറും അനുബന്ധ കെട്ടിടങ്ങളും, ആ കെട്ടിടങ്ങൾ ഇവിടുത്തെ സേനാപതി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സഹകാരികളുടെ പണം മുടക്കിയാണ് ആ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്, ആ ഡ്രയർ നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ അത് സഹകാരികളുടെ അനുമതിയോ അല്ലെങ്കിൽ സഹകാരികളുമായിട്ട് ആലോചിക്കുകയോ അല്ലെങ്കിൽ ലേലം ചെയ്ത് കൊടുക്കുകയോ ചെയ്യാതെ ഭരണസമിതിയിൽ തന്നെയുള്ള ഒരംഗത്തിന് സ്വകാര്യ വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളതാണ്. ശ്രീമാൻ ബെന്നി ഇല്ലിമൂടൻ എന്ന് പറയുന്നയാൾ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യമെന്ന് സ്വന്തം എന്ന് പറയുന്നത് പോലെയാണ് ആ ഡ്രയർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയിൽ അതിനെടുത്ത തീരുമാനമെന്ന് പറയുന്നത് ഇത് ലേലം ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതി വെക്കുകയും എന്നിട്ട് സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഡ്രയറും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് കിടക്കുന്ന കെട്ടിടങ്ങളുമെല്ലാം സ്വകാര്യ വ്യക്തി ഏറ്റെടുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ബെന്നി ഇല്ലിമൂടൻ എന്ന് പറയുന്ന ആൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഭരണസമിതിയിൽ തന്നെ ഇപ്പോൾ ഭിന്നതയായിരിക്കുകയാണ്. അവിടെ നടന്ന അക്രമങ്ങളും അതിക്രമങ്ങളും എല്ലാം നാട്ടിലെ ജനങ്ങളെല്ലാം ലൈവായി തന്നെ വീഡിയോയിൽ കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സേനാപതി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സഹകാരികൾ അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ആ ഡ്രയറും അനുബന്ധ സ്ഥാപനങ്ങളുമെല്ലാം അത് പരസ്യമായി ലേലം ചെയ്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സേനാപതിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യം അത് തന്നെയാണ്. രജിസ്ട്രാർ അടക്കം ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമര പോരാട്ടങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകും.